നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. പാലാ പൊൻകുന്നം റോഡിൽ വാഹനാപകടം. അപകടത്തിൽപ്പെട്ടത് കൊല്ലത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവുകയായിരുന്ന കാർ. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദൃശ്യ ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദ പരിപാടി ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം കരിമണ്ണൂരിലും മുട്ടത്തും നടന്നു. പഞ്ചായത്തിലെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയായി. സംപ്രേഷണം ഈ മാസം. തലോലപ്പറമ്പിൽ ഗ്യാസ് കയറ്റി വന്ന വാഹനം മറിഞ്ഞ അപകടം. കുത്തനെയുള്ള കയറ്റത്തിൽ ഓവർലോഡ് കാരണം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നുവെന്ന് നാട്ടുകാർ. ഡ്രൈവർ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. പാലാ പൊൻകുന്നം റോഡിൽ കുരുവിക്കുടിന് സമീപം വാഹനാപകടം. കൊല്ലത്തുനിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം ഓടിച്ചയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. പൊൻകുന്നം ഭാഗത്തു നിന്ന് വന്ന കാർ എതിർദിശയിലുള്ള പോസ്റ്റിലിടിച്ച് കയറുകയായിരുന്നു. വൈദ്യുതി ബന്ധം ഇല്ലാതായതോടെയാണ് ആളുകൾ വിവരമറിഞ്ഞത്. 3 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദൃശ്യ ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദ പരിപാടി ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം കരിമണ്ണൂരിൽ നടന്നു. കരിമണ്ണൂർ സെന്റ് ആന്റണീസ് സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ കരിമണ്ണൂർ പഞ്ചായത്തിലെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയായി. കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി, UDF പ്രതിനിധി TK നാസർ, LDF പ്രതിനിധി N സദാനന്ദൻ, BJP പ്രതിനിധി സിജോ PK എന്നിവർ സംവാദ ചർച്ചയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ് എഡിറ്റർ ജോജു ജോസഫ് അവതാരകനായിരുന്നു. രണ്ടുപേരും കൂട്ടുകച്ചവടം മറുപടി വിശദീകരിക്കണ്ട, ഇവിടുന്ന് ചോദ്യം ചോദിച്ചാൽ ഇറുമ്പായം കുളുത്തുങ്കലിൽ ഗ്യാസ് കയറ്റി വന്ന വാഹനം മറിഞ്ഞു. പെരിന്തട്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കുത്തനെയുള്ള കയറ്റത്തിൽ നിയന്ത്രണം വിട്ട് കടുത്തുരുത്തി BBS ഏജൻസിയുടെ ഗ്യാസ് കയറ്റി വന്ന മിനി ലോറിയാണ് മറിഞ്ഞത്. ഓവർലോഡാണ് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഡ്രൈവർ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. മറ്റ് അപകടങ്ങൾ ഇല്ല. പല രീതിയിൽ നോക്കുമായിരുന്നു. കോട്ടയം KSRTCക്ക് സമീപം നടുറോഡിൽ ബിയർ കുപ്പി എറിഞ്ഞു പൊട്ടിച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെ കൊണ്ട് റോഡ് വൃത്തിയാക്കിച്ച പോലീസ്. സംഭവത്തിൽ പോലീസ് 2 യുവാക്കൾക്കെതിരെ കേസെടുത്തു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. റോഡിലാകെ ചില്ല് ചിതറിക്കിടക്കുന്നതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിനുള്ള ഫണ്ടിൽ തിരിമറി ആരോപിച്ച് കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരം അലങ്കോലപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചു ഡിവൈഎഫ്ഐ നെടുങ്കുന്നം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ധർണയും നടത്തി. ധർണ CPM ലോക്കൽ സെക്രട്ടറി രഞ്ജി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ശ്രീരാജ് PR അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം KN ശശീന്ദ്രൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗം AK ബാബു, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി വർഗീസ് ആന്റണി, അലൻ P മോഹനൻ എന്നിവർ സംസാരിച്ചു. നെടുങ്കുന്നം പഞ്ചായത്തിലെ കേരളോത്സവം കല്ലോത്സവമാക്കി മാറ്റാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ ശ്രമിക്കുന്നത്. കേരളോത്സവത്തിന് അനുവദിച്ച ഫണ്ട് മുക്കി കള്ളടിച്ചിട്ട് കള്ളു കുടിച്ച് കേരളോത്സവത്തെ കള്ളോത്സവമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നെടുങ്കുന്നം പഞ്ചായത്തിൽ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കേരളോത്സവത്തിൻ്റെ ഫുട്ബോൾ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് ടർഫിൽ നടന്ന വീഡിയോ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് കാണേണ്ടതാണ്.
ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ മദ്യപിച്ച് മനോന്മത്തനായി നിന്ന് അവിടെ കളി നിയന്ത്രിക്കുന്ന ഒരു രംഗമാണ് ഉണ്ടായത്. അദ്ദേഹം മദ്യപിച്ചെന്ന് പോകട്ടെ, മദ്യപിച്ച് അങ്ങേര് കളി ഉഴപ്പുക തന്നെയല്ലേ ചെയ്തത്. നെടുങ്ങുന്നത്തൊരു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായ കെട്ടിടത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് മരണപ്പെട്ട വൈക്കം സ്വദേശിനി ബിന്ദു വിശ്രുതന്റെ മകൻ നവനീതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമനം നൽകി ഉത്തരവായി. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകൻ നവനീത് വിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മരാമത്ത് വിഭാഗത്തിൽ 3rd ഗ്രേഡ് ഓഫീസർ തസ്തികയിൽ ജോലി നൽകുന്നതിനാണ് ബോർഡിന്റെ ഉത്തരവായിട്ടുള്ളതെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലാവും ജോലിയിൽ പ്രവേശിക്കുക. കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം നൽകിയ പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറിയിരുന്നു. അതിനൊപ്പം ജോലി കൂടി നൽകി കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. മോന് ജോലി കൊടുക്കുന്നുള്ളതായിരുന്നു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കൊടുക്കാമെന്നാണ് അന്ന് തീരുമാനിച്ചത്. രണ്ട് നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷ കിട്ടാൻ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സർവകലാശാലയിൽ കിട്ടിയപ്പോഴാണ് കിട്ടി. മിക്കവാറും 3-ാം തീയതി ഓർഡർ അദ്ദേഹത്തിന് ഞാൻ എത്തിച്ചു. അപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞു, ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അപേക്ഷ കിട്ടാൻ താമസിച്ചാണ് കൊടുക്കാമെന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കാമായിരുന്നു. ഇന്നിപ്പോൾ ബോർഡ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 2 ദിവസം എടുക്കുന്നതാണ്. 2 ദിവസം അവധിയായതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ 3-ാം തീയതി അല്ലെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേയിലോ ഓർഡർ ഇവിടെ കൊടുക്കുന്ന ഒരു ജോലി സാധാരണ ജോലിയല്ല. അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് തന്നെ അദ്ദേഹത്തെ പോകും. അതാണ് ഇവിടുത്തെ തീരുമാനം അറിയിക്കുക. എല്ലാ കാര്യങ്ങളിലും മുൻപത്തെ നിൽക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൊട്ടിങ്ങോട്ട് മാസം സാറ് കണ്ടിന്യൂ ആയിട്ട് ആ ഓപ്പറേഷൻ സമയത്തുണ്ട്, ഡിസ്ചാർജ് സമയത്തുണ്ട്. ബിന്ദു മാഡം നമ്മുടെ വീട്ടിൽ വന്ന് കൊച്ചിനെ ആശ്വസിക്കാനുണ്ട്. നന്ദി ഒക്കെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട്. അവര് ചേർത്ത് പിടിക്കുകയായിരുന്നാണ് ഞാൻ പറയുന്നത്. ചേർത്ത് പിടിച്ചത് തന്നെ സർക്കാർ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ കുടുംബം ഇന്ന് നന്നായി തോന്നുന്നു. ഏഷ്യ കപ്പ് അണ്ടർ-16 വനിതാ ബി ഡിവിഷൻ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 8 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച ടീം ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി നെടുങ്കുന്നംകാരിയായ ഒരു കൊച്ചുമിടുക്കിയും ആ ടീമിലുണ്ടായിരുന്നു. കുടുംബത്തിന്റെ ബാസ്കറ്റ്ബോൾ പാരമ്പര്യം പിന്തുടർന്നെത്തിയ അധീന മറിയം ജോൺസൺ ആയിരുന്നു ടീമിലെ ആ താരം. ഏഷ്യ കപ്പ് അണ്ടർ-16 വനിതാ ബി ഡിവിഷൻ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 8 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് കിരീടത്തിൽ മുത്തമിട്ട ടീം ഇന്ത്യയ്ക്കത് അഭിമാന നിമിഷമായപ്പോൾ കേരളത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ മലയാളിയായ ഒരു കൊച്ചുമിടുക്കി ഈ ടീമിലുണ്ടായിരുന്നുവെന്ന് പലർക്കും അറിയില്ല. ശരവേഗത്തിൽ ബാസ്കറ്റ്ബോൾ കൈപ്പിടിയിലാക്കി വായുവിൽ ഉയർന്നു പൊങ്ങി വലയിലേക്ക് നിക്ഷേപിക്കുന്ന ആ മാന്ത്രിക കൈകൾ നെടുങ്കുന്നമെന്ന ഗ്രാമത്തിലെ അധീന മറിയം ജോൺസൺ എന്ന ഇളമുറ താരത്തിൻ്റെതായിരുന്നു. നെടുങ്കുന്നത്തെ ബാസ്കറ്റ്ബോൾ കുടുംബാംഗം ഏഷ്യൻ കപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സന്തോഷത്തിലാണ് നാടും നാട്ടുകാരും. നെടുങ്കുന്നം പതാലിൽ ജോൺസൺ തോമസിൻ്റെയും അനു ജോൺസണിൻ്റെയും മകളാണ് അധീന. തൃശൂർ കൊരട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അധീനയ്ക്ക് അച്ഛനും അമ്മയും പകർന്നു നൽകിയ പാഠങ്ങളാണ് ഈ നേട്ടത്തിലെത്തിച്ചത്. ബാസ്കറ്റ്ബോൾ കോച്ചാണ് ജോൺസൺ തോമസ്. അനു തൃശൂർ സെൻറ് മേരീസ് കോളേജിലെ കായികാധ്യാപികയും പഴയ ബാസ്കറ്റ്ബോൾ താരവുമാണ്. ചെറുപ്പം മുതൽ ഇരുവരും ചേർന്നാണ് അധീനയെ പരിശീലിപ്പിച്ചത്. ചിട്ടയായ പരിശീലനത്തിലൂടെ അധീന ബാസ്കറ്റ്ബോൾ താരമായി മാറി. സഹോദരങ്ങളായ ആമി അന്ന ജോൺസണും അഗത അന്ന ജോൺസണും കായിക താരങ്ങളാണ്. പരിശീലിപ്പിച്ച കുട്ടികളുമായി മത്സരങ്ങൾക്ക് പോകുമ്പോൾ ജോൺസൺ കുടുംബത്തെയും ഒപ്പം കൂട്ടുമായിരുന്നു. ബാസ്കറ്റ്ബോളിൻ്റെ ഓരോ പാഠങ്ങളും അങ്ങനെയാണ് മക്കൾക്കും പകർന്നു നൽകിയത്. ഒപ്പം ചിട്ടയായ പരിശീലനവും നൽകി. പോണ്ടിച്ചേരിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിന്നാണ് അധീന ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമൊക്കെ അപ്പയുടെ കളിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയി കാണും കളിയൊക്കെ എന്താന്ന്. അപ്പോൾ ഭയങ്കര ഒരു ത്രില്ലായി അത് കാണാൻ. പിന്നെ അത് കളിച്ച് വന്നപ്പം നല്ല രസമുണ്ട് കളിക്കാൻ. പിന്നെ അപ്പ ഇവിടെ കോച്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതിനോട് നല്ല അടുപ്പം വന്നു. ഏഷ്യ കപ്പിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവം എന്തായിരുന്നു? നല്ല അനുഭവമായിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ് ആയി. ഇങ്ങനെയൊക്കെ കളിക്കണം, ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ അത് ഇങ്ങനെ തോന്നി തുടങ്ങി. ഇനിയും കളിക്കണം, ഇനിയും ഉയരങ്ങൾ എത്തണം, അനീതിമാരൊക്കെ കൊണ്ടുവരണം. ഇനി സ്കൂൾസ് വരുന്നുണ്ട്, അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ്. അത് കളിക്കണം, അതിലൊരു പൊസിഷൻ വരണം. ഞാനും ചേച്ചിയുടെയും അപ്പയുടെ ഒക്കെ കളി കണ്ടിട്ടാണ് ബാസ്കറ്റ് ബോളിലേക്ക് വന്നത്. ഇപ്പോൾ കളിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നണു. കാരണം ഭയങ്കര രസമുണ്ട് ഇത് കളിക്കുമ്പോൾ. ഇനി ചേച്ചിയുടെ അത്രയ്ക്കും എത്താൻ നോക്കണം, അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. അധീനയെ നെടുങ്കുന്നം ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ അനുമോദിച്ചു.
പ്രസിഡന്റ് ജോൺ സെബാസ്റ്റ്യൻ, ജോൺസൺ പി ജോസഫ്, ജോൺ കാരിവേലിൽ എന്നിവർ പ്രസംഗിച്ചു. അധീനയുടെ നേട്ടത്തിൽ നാടൊന്നടങ്കം അഭിമാനിക്കുന്നതായി ജോൺ സെബാസ്റ്റ്യൻ പറഞ്ഞു. കേരളത്തിൽ നിന്നും ആകെ ഇന്ത്യൻ ടീമിൽ കളിച്ച നെടുങ്കുന്നക്കാരിയായിട്ടുള്ള അധീന ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ജോൺസന്റെ കുട്ടിയാണ്, സ്മിതേഷിൻ്റെ കുട്ടിയാണ്. അവിടെ അനിയത്തിയും ഇതേ പാതയാണ് പിന്തുടരുന്നത്. അവൾ കേരള സ്റ്റേറ്റിനെ ഇപ്പോൾ പ്രതിനിധീകരിച്ചിരിക്കുന്നു സബ് ജൂനിയർ വിഭാഗത്തിൽ. അണ്ടർ 16 ഏഷ്യ കപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ കളിക്കാരിയായിരുന്ന അധീന നെടുങ്കുന്നത്തിൻ്റെ അഭിമാനമാണ്. നെടുങ്കുന്നത്തെ ഈ കോർട്ടിൽ കളിച്ചു വളർന്ന ആ കുട്ടി ഞങ്ങൾക്കൊരു അഭിമാനമാണ്. വലിയ വലിയ നിലകളിലേക്ക് ഉയരുവാൻ കഴിവുള്ള അധീനയും ആമിയും തീർച്ചയായിട്ടും ഈ രാജ്യത്തിനും കേരളത്തിനും നെടുങ്കുന്നത്തിനും ഒത്തിരി അഭിമാന മുഹൂർത്തങ്ങൾ നൽകും എന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അവർക്ക് ഈ അവസരത്തിൽ നേരുന്നു. നെടുങ്കുന്നം ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞ എല്ലാ അംഗങ്ങളും മെമ്പർമാരാണെങ്കിലും ഇവിടെ ഇപ്പോൾ കളിക്കുന്നത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നേരത്തെ COIമേൽ കളിച്ചു വരുന്നതും അല്ല മറ്റ് കോളേജുകളിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരും ഇപ്പോൾ ഒത്തൊരുമിച്ച് കൂടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലബ്ബായിട്ട് അല്ലെങ്കിൽ ഒരു അസോസിയേഷനായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബാസ്കറ്റ്ബോളിനെ പരിപാലിപ്പിക്കുക അല്ലെങ്കിൽ പോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നെടുങ്കുന്നം പ്രൊവിഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിലും അധീനയെ അനുമോദിച്ചു. കായിക മേഖലയോട് കുടുംബത്തിന്റെ വിട്ടുവീഴ്ചകളില്ലാത്ത സമർപ്പണമാണ് അധീനയുടെ ഈ വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നത്. ജോലി സൗകര്യാർത്ഥവും കുട്ടികളുടെ പരിശീലനത്തിനുമായി ഇപ്പോൾ കുടുംബം തൃശൂർ ഒല്ലൂരിലാണ് താമസം. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുകയും അദ്ദേഹത്തിന് ഘാതകർക്ക് വിശുദ്ധ പരിവേഷം നൽകാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ആവശ്യപ്പെട്ടു. INTUC ചങ്ങനാശ്ശേരി റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റീജിയണൽ പ്രസിഡന്റ് PV ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് മോട്ടോർ തൊഴിലാളികൾക്കുള്ള ഐഡന്റി കാർഡുകളുടെ വിതരണം നിർവഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം അനുസ്മരണ സന്ദേശം നൽകി. ജില്ലാ നേതാക്കളായ PH അഷ്റഫ്, ജോബ് വിരുത്തുകരി, ടോമി കാലായിൽ, സണ്ണി ഏത്തക്കാട്, സുരേഷ് പായിപ്പാട്, ഷാജി ജോർജ്, സെബാസ്റ്റ്യൻ ആന്റണി, ലൈജു തുരുത്തി, ജോൺസൺ ആൻഡ്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഇല്ലായ്മ ചെയ്യാനും ഭരണഘടനയെ മാറ്റിയെഴുതാനും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ സോഷ്യലിസ്റ്റ് ചിന്തയെയും ഒക്കെ മാറ്റിയെഴുതാനും ഇന്ത്യയിൽ വർഗീയമായ ഒരു ഭരണത്തിന് വേണ്ടി ഈ ഭരണകൂടം ശ്രമിക്കുമ്പോൾ അതിനെതിരെ വലിയ പോരാട്ടം നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ സമരം നമുക്ക് വളരെ ഈ ജന്മദിനം മഹാത്മജിയുടെ ഈ ഗാന്ധി ജയന്തി ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. സമൂഹവും സഭയും സമുദായവും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഇക്കാലത്ത് മാറാത്ത വിശ്വാസത്തോടെ മാറ്റം വരുത്തേണ്ട സാമൂഹിക വസ്തുതകളെ വിശ്വാസാധിഷ്ഠിതമായി മാറ്റിയെടുക്കാൻ സമുദായാംഗങ്ങൾക്ക് കഴിയണമെന്ന് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട്. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാനാൻ മിഷൻ 2K25 മധ്യ മേഖലാ റീജിയണൽ സമ്മേളനം കത്തീഡ്രൽ പള്ളി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കർദിനാൾ. ഫൊറാന പ്രസിഡന്റ് കുഞ്ഞിമോൻ തൂമ്പകൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപതാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ആമുഖ സന്ദേശം നൽകി. അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി മുഖ്യപ്രഭാഷണവും അതിരൂപതാ ഡയറക്ടർ ഫാദർ സാവിയോ മാനാട്ട് മാർഗനിർദ്ദേശവും കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് അണിയപ്പുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. അതിരൂപതാ ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക്, ട്രഷറർ ജോസ് വെങ്ങാന്തറ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, ടോമിച്ചൻ അയ്യരുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. കാലഘട്ടം മുന്നോട്ട് പോകുന്തോറും വെല്ലുവിളികളും ഏറുകയാണ്. പഴയ കാലത്തിന്റെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും അല്ല ഇന്നിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും. സമൂഹവും സഭയും സമുദായവും മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. മാറുന്ന കാലത്തിലും മാറാത്ത വിശ്വാസത്തോടെ ചരിക്കാനും മാറ്റം വരുത്തേണ്ട സാമൂഹ്യ വ്യവസ്ഥകളെ വിശ്വാസാധിഷ്ഠിതമായി മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. പക്ഷേ അത് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ സാധിക്കുകയില്ല. സഭാംഗങ്ങൾ ഒന്നു ചേർന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനായി നമ്മുടെ സഭാ സമൂഹത്തിന് നേതൃത്വം നൽകുകയാണ് AKCC എന്ന സംഘടനയുടെ മഹത്തായ ലക്ഷ്യം. ഈ പരിശ്രമത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അടുത്തതായി പ്രവർത്തിക്കുന്ന ശ്രീ തോമസ് കുട്ടി അടുത്തതായി മികച്ച കർഷകനും കാരുണ്യ ഫൗണ്ടേഷൻ
ചെയർമാൻ ലാലി എളപ്പത്തിന് ക്ഷണിച്ച് ആദരിക്കുന്നു. അടുത്തതായി പ്രവർത്തിക്കുന്ന ശ്രീ തോമസ് കുട്ടി മണക്കുതല പിതാവ് ക്ഷണിച്ച് ആദരിക്കുന്നു. കോട്ടയം സഹോദയ CBSE സ്കൂൾ കലോത്സവം സർഗസ് സംഗമം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ പ്ലാസഡ് വിദ്യാവിഹാറിൽ ഒക്ടോബർ 9, 10, 11 തീയതികളിൽ നടക്കുമെന്ന് ക്രിസ്തുജ്യോതി ഗ്രൂപ്പ് മാനേജർ റവറൻഡ് ഡോക്ടർ തോമസ് കല്ലുകളം, പ്ലാസഡ് വിദ്യാവിഹാർ പ്രിൻസിപ്പൽ ഫാദർ സ്കറിയ എതിരേറ്റ്, സ്കൂൾ PTA പ്രസിഡന്റ് മനോജ് പാലത്ര, പ്രോഗ്രാം കോർഡിനേറ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് രചനാ മത്സരങ്ങൾ നടക്കും. പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂൾ ക്രിസ്തുജ്യോതി ക്യാമ്പസുകളിലായി നടക്കുന്ന കലോത്സവത്തിൽ കോട്ടയം സഹോദയയിലെ 100 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. 4 വിഭാഗങ്ങളിലായി 140 ഇനങ്ങളിൽ 22 വേദികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുക. 9 രാവിലെ 10 കോട്ടയം സഹോദയ പ്രസിഡന്റ് ബെന്നി ജോർജ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സിനിമാ സംവിധായകനും നടനുമായ മേജർ രവിയും നടി അനന്യയും ചേർന്ന കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 11 ഉച്ചകഴിഞ്ഞ് 3 ചേരുന്ന സമാപന സമ്മേളനത്തിൽ ജോബ് മൈക്കിൾ MLA സമ്മാനദാനം നിർവഹിക്കും. 2025 ഒക്ടോബർ 4, 9, 10, 11 തീയതികളിൽ ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂൾ ക്രിസ്തുജ്യോതി ക്യാമ്പസുകളിലായി നടത്തപ്പെടും. കോട്ടയം സഹോദയയിലെ 100 സ്കൂളുകളിൽ നിന്നായി 6000-ലധികം കലാപ്രതിഭകൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. 4 വിഭാഗങ്ങളിലായി 140 ഇനങ്ങളിൽ 22 വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ ക്രമീകരിക്കുക. ഒക്ടോബർ 4 തീയതി രചനാ മത്സരങ്ങളും ഒക്ടോബർ 9, 10, 11 തീയതികളിൽ മറ്റ് കലാമത്സരങ്ങളും നടത്തപ്പെടും. ഒക്ടോബർ 9 തീയതി രാവിലെ 10 മണിക്ക് ക്രിസ്തുജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ച് സർഗസ് സംഗമം 2025 ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം സിനിമാ സംവിധായകനും സിനിമാ അഭിനേതാവുമായ മേജർ രവിയും പ്രശസ്ത അഭിനേത്രി അനന്യയും മുഖ്യാതിഥികളായി കലാമത്സരങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മാവേലിക്കര പാർലമെന്റ് അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണവും ക്രിസ്തുജ്യോതി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജർ റവറൻഡ് ഡോക്ടർ തോമസ് കല്ലുകളം CMI അനുഗ്രഹ പ്രഭാഷണവും നടത്തും. വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി വിജയകുമാർ, പ്ലാസിഡ് വിദ്യാവിഹാർ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ മനോജ് മാത്യു പാലാത്ര എന്നിവർ ഈ യോഗത്തിൽ വെച്ച് ആശംസകൾ അറിയിക്കുകയും ചെയ്യും. നന്മ നിറഞ്ഞ പ്രവർത്തനമാണ് ഹരിതകർമ്മസേന നടത്തുന്നത്. ഭക്ഷ്യപൊതുവിതരണ മന്ത്രി GR അനിൽ പൊൻകുന്നം ചേപ്പുംപാറയിൽ മേജർ MCF, LPG ക്രെമറ്റോറിയം, ഓട്ടോമാറ്റിക്, ഹരിതകർമ്മസേന കുടുംബ സംഗമം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി S. ചിത്ര, സിജി ജ്യോതിരാജ്, K. സേതുനാഥ്, അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, KK സന്തോഷ് കുമാർ, ക്ലീൻ കേരള സെക്ടർ കോർഡിനേറ്റർ അൻഷാദ് ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. 33 ലക്ഷം രൂപ ചെലവഴിച്ച ആധുനിക സംവിധാനത്തോടെയാണ് മേജർ MCF നിർമ്മിച്ചിരിക്കുന്നത്. 23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശാന്തി തീരത്ത് അഡീഷണൽ ഗ്യാസ് ക്രിമറ്റോറിയം ഓട്ടോമാറ്റിക് സ്ഥാപിച്ചത്. ഒരു കാലഘട്ടത്തിൽ നമുക്കിതിൻ്റെ ആവശ്യം വിശേഷിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഇല്ലാതിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇന്ന് നമുക്ക് അനിവാര്യമായി ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം. അതിൽ തന്നെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളുടെ ശേഖരണമാണെങ്കിലും അതിൻ്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ വളരെ അനിവാര്യമായ ഒന്നായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് നിയമപരമായി തന്നെ അതൊരു ബാധ്യത നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കും ജനങ്ങളുടെയും ഉത്തരവാദിത്വമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇന്നെല്ലാ പഞ്ചായത്തിലും സാമാന്യം നന്നായി വിജയകരമായി ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനേറെ സഹായിച്ചത് ഹരിതകർമ്മസേനയാണ്. പച്ചവേഷധാരികളായ സഹോദരിമാർ, ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 35 പേർ ഈ പഞ്ചായത്തിലുണ്ടെന്നാണ്. ഒരു വാർഡിൽ ശരാശരി 2 പേരെ കണ്ടെത്തുകയാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടത്. ചില വാർഡുകളിൽ ഒരാൾ മാത്രമായിരിക്കും. അവരുടെ ആ പ്രവർത്തനം നന്മ നിറഞ്ഞ പ്രവർത്തനമാണ്.
ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു 17,000 രൂപ അവർക്ക് പ്രതിമാസ വരുമാനമായി ലഭിക്കുമെന്നാണ്. ഞാൻ നമ്മുടെ ചീഫ് വിപ്പിനോട് പറഞ്ഞു, ഞാൻ രൂപം കൊടുത്തപ്പോൾ 45 മുതൽ 60,000 രൂപ വരെ വരുമാനം ലഭിച്ചിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. പല പ്രധാന സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ അവരെ നിർബന്ധിപ്പിച്ച് നല്ല തുക അവർക്ക് കൊടുക്കാൻ നിർബന്ധിപ്പിച്ച് തീരുമാനിക്കുമായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അത്ര കഠിനമായ ആരും അറയ്ക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരായതുകൊണ്ടാണ്. മുൻ പഞ്ചായത്ത് മെമ്പർ കെ കേശവൻ കല്ലൂക്കുന്നിലിന്റെ സ്മാരകമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പുഞ്ചയിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം ജനങ്ങൾക്ക് തുറന്നു നൽകി. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ MLA നാടിന് സമർപ്പിച്ചു. പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ PK പ്രദീപ്, ഷീല ഡൊമിനിക്, CB അനിൽകുമാർ, സുലോചന സുരേഷ്, ഷിജി ഷാജി, ദിലീഷ് ദിവാകരൻ, പ്രസന്ന ഷിബു, PS സുരേന്ദ്രൻ, ചാർലി കോശി, കെ കേശവന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. നിലയിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ഒക്കെ മോചനത്തിനും മുന്നേറ്റത്തിനും വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഓർമ്മകൾക്ക് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നൽകുന്ന വലിയൊരു അടിക്കുറിപ്പും ഒരു ആദരവുമാണ് ഈ കല്ലൂക്കുന്നൽ കേശവൻ സ്മാരക ഹാൾ എന്ന് വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ നാടിന്റെ വലിയ പൈതൃകത്തോട് ഏറ്റവും ആദരവ് നൽകിയ, പ്രത്യേകിച്ച് മുണ്ടക്കയത്തിന്റെ പരിധിയിലുള്ള എല്ലാ പ്രദേശങ്ങളും അതിന്റെ വികസനം എല്ലാ രീതിയിലും, ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും, അതിൽ പശ്ചാത്തല മേഖലയാണ് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നത്. കാരണം വളരെ വലിയൊരു ദുരന്തമായ പ്രളയത്തെ അതിജീവിച്ചു വന്നിട്ടുള്ള നമ്മൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ പ്രദേശത്ത് പാലമായും റോഡുകളായും. പ്രൈം ന്യൂസ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് ദൃശ്യ ന്യൂസ് ഫേസ്ബുക്ക് ചാനൽ സന്ദർശിക്കും.